അപ്പോൾ കൊസേത്ത് വിറച്ചു. പെട്ടെന്ന് ആ ഹോട്ടലിലുണ്ടായിരുന്നവരിൽ ഒരാൾ അങ്ങോട്ട് കടന്നു വന്ന് ഒരു ശുണ്ഠിയെടുത്ത സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ കുതിരയ്ക്ക് വെള്ളം കൊടുത്തിട്ടില്ല. ഉവ്വ് കൊടുത്തിരിക്കുന്നു, മദാം തെനാർദിയർ പറഞ്ഞു. ഞാൻ പറയുന്നു അതിന് വെള്ളം കിട്ടിയിട്ടില്ല. ആ സഞ്ചാരി വ്യാപാരി തിരിഞ്ഞടിച്ചു. കൊസത്ത് മേശയുടെ ചൂട്ടിൽ നിന്ന് പുറത്തു കടന്നു. ഉവ്വ് സർ, അവൾ പറഞ്ഞു. കുതിര വെള്ളം കുടിച്ചു. ഒരു വെള്ളത്തൊട്ടിയിൽ നിന്നാണ് അത് കുടിച്ചത്. ഒരു തൊട്ടി നിറച്ചും കുടിച്ചു. ഞാനാണ് അത് കൊണ്ടു കൊടുത്തത്. ഞാൻ അതിനോട് ഓരോന്ന് പറഞ്ഞു. ഇത് നേരല്ല, കൊസത്ത് നുണ പറഞ്ഞു. എൻ്റെ ഒരു മുഷ്ടിയോളം പോന്ന ഒരു പെണ്ണ് ഈ വീട്ടിനോളം വലിയ നുണ പറയുന്നു. അയാൾ ഉറക്കെ പറഞ്ഞു. എടി തെറിച്ചിപ്പെണ്ണെ, ഞാൻ പറയുന്നു എൻ്റെ കുതിരയ്ക്ക് ഇന്ന് വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം കിട്ടാഞ്ഞാൽ അവന് ഒരൊച്ച പിടിക്കാനുണ്ട്. എനിക്കത് നല്ലവണ്ണം അറിയാം. കൊസത്ത് ശാഠ്യം പിടിച്ചു. സങ്കടം കൊണ്ട് ഇടറിയ ഒരൊച്ചയിൽ കേൾക്കാൻ വയ്യാത്ത വിധം പതുക്കെ അവൾ തുടർന്നു പറഞ്ഞു. എന്നല്ല, അത് മതിയാവുന്നത് വരെ കുടിച്ചിരിക്കുന്നു. അപ്പോൾ ശുണ്ഠിയെടുത്ത അയാൾ പറഞ്ഞു. ഇത് പറ്റില്ല, എൻ്റെ കുതിരയ്ക്ക് വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം കാട്ടിയിട്ടില്ല, അത് കിട്ടണം. കൊസത്ത് പിന്നെയും മേശയുടെ ചൂട്ടിലേക്ക് ഇഴഞ്ഞു. അതെ, അത് കാര്യമാണ്, മദാം തെനാർദിയർ അഭിപ്രായപ്പെട്ടു. ആ ജന്തുവിന് വെള്ളം കാട്ടിയിട്ടില്ലെങ്കിൽ അത് കാട്ടണം. എന്നിട്ട് 4 പുറവും ഒന്ന് നോക്കിയിട്ട്, ആട്ടെ, അപ്പോൾ എവിടെയാണ് ആ മറ്റേ ജന്തു? അവൾ താണു നോക്കി. മേശയുടെ അങ്ങേയറ്റത്ത് ആ മദ്യപന്മാരുടെ ഏതാണ്ട് കാൽക്കൽ തന്നെ ചുരുണ്ടിരിക്കുന്ന കൊസേത്തിനെ കണ്ടെത്തി. ഇങ്ങോട്ട് വരുന്നോ, മദാം തെനാർദിയർ?